നമുക്കിന്ന് രണ്ട് അതിഥികളുണ്ട്. അവർ ചേച്ചിയും അനിയത്തിയാണ്. മത്സരിച്ച ഇനങ്ങളിലെല്ലാം നല്ല വിജയം എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടാണ് അവർ TCVയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? പല്ലവി സുരേഷ്. പവിത്ര സുരേഷ്. എത്രാം ക്ലാസ്സിലാണ് രണ്ടാളും പഠിക്കുന്നത്? ഞാൻ +2ലാണ്, അവള് 9ാം ക്ലാസ്സിലാണ്. സാധാരണ നമ്മളെ ഒരു ഐറ്റം ഒക്കെ ആയിട്ട് സ്റ്റേറ്റിൽ വരുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. ഇവരിപ്പോ എത്ര ഐറ്റം? മൊത്തം എത്ര ഐറ്റം ഉണ്ട്? 6. ഒരാൾ 6 ഐറ്റം. അല്ല, ഞാൻ 4ഉം അവള് 2ഉം. ഫാമിലി ആയിട്ടാണല്ലോ. അതെ, അതും ആദ്യമായിട്ടല്ല കലോത്സവ വേദിയിൽ. പല്ലവി കലോത്സവ വേദിയിലെ നിറ സാന്നിധ്യമാണ്. എല്ലാ വർഷവും പല്ലവി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ +2 ആണ്. 4ാമത്തെ വർഷമാണ്. ഇപ്പൊ +2 ആണ്. ഇത് അവസാനത്തെ കലോത്സവമാണ്, സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു പല്ലവി? ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, വീണ, തിരുവാതിര. പല ഐറ്റംസ് ഉണ്ട്. അതായത് വീണ എന്ന് പറയുമ്പോ മ്യൂസിക് റിലേറ്റഡ് ആണ്. കാരണമുണ്ട്. അതായത് അവരൊരു കലാ കുടുംബത്തിൽ നിന്നാണ്. ഒന്ന് പറയോ അച്ഛനെയും അമ്മേനെയും പറ്റി? എൻ്റെ അച്ഛൻ ഒരു മ്യൂസീഷ്യനാണ്. അച്ഛൻ്റെ പേരെന്താ? നീലംപേരൂർ സുരേഷ് കുമാർ. സെയിൻറ്റ് ട്രീസസ് കോളേജിലെ മ്യൂസിക് സാറാണ്. അമ്മ അനുപമ മേനോൻ. അമ്മ മോഹിനിയാട്ടം അധ്യാപികയാണ് RLV കോളേജിലെ. ഇപ്പം അപ്പോ ചേച്ചി അത്ഭുതമില്ലല്ലോ. ഇനി അനിയത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ്? വയലിനും ഓർക്കസ്ട്ര ഗ്രൂപ്പ്. റിസൾട്ട് വന്നോ? ഓർക്കസ്ട്രക്ക് A ഗ്രേഡ് ഉണ്ട്. വയലിൻ നടന്നുകൊണ്ടിരിക്കുക. മത്സരിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. നേരിട്ട് സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. നമുക്ക് പെർഫോമൻസ് കണ്ടാലോ? അതെ, അധികം നമ്മളിനി കൂടുതൽ ഇങ്ങനെ ഇരുത്തണ്ട, നമുക്ക് വേഗം പാട്ട് കേൾക്കാം അല്ലെ? പാട്ട് മീൻസ് അവരുടെ ആ ഒരു വീണയും വയലിനും നിങ്ങളുടെ ഫ്യൂഷൻ ആണോ? രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് അതൊന്ന് ആസ്വദിക്കാം അല്ലേ? മ്യൂസിക്കലായിരിക്കും അവരുടെ വീട്. പിന്നെ എനിക്ക് പവിത്രയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പവിത്ര സൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് വായിക്കുന്നത് കേട്ടു. ഒരു സിനിമാ പാട്ടാണ്, അതൊന്ന് വായിച്ചു കേൾപ്പിക്കോ? ഓക്കെ. പല്ലവി 4 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ +2 ആണ്. 10th സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് നമ്മുടെ സ്റ്റഡീസിനൊക്കെ എങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? സ്റ്റഡീസ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജനുവരി സ്റ്റേറ്റ് കഴിയണ വരെ കഷ്ടമാണ്. കാരണം രാത്രി 11-12 മണി വരെയൊക്കെ പ്രാക്ടീസ് ഈ മത്സരത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡെയിലി പോർഷൻസ് ഡെയിലി പഠിക്കലൊന്നും നടക്കാറില്ല. ജനുവരി വരെ ഈ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിരുന്ന് പഠിത്തമാണ്. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റിരിപ്പിരുന്ന് മൊത്തം തീർക്കലാണ്. എങ്ങനെയാണ് സ്കൂളിൻ്റെ ഒക്കെ ഒരു പിന്തുണ? അവർ നല്ല സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ കലോത്സവത്തിന് പോണതായതുകൊണ്ടും അങ്ങനെ സ്ട്രെസ് ചെയ്യുന്നില്ല ഒരുപാട് പഠിത്തം എന്ന് പറഞ്ഞിട്ട്. അപ്പം കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കലോത്സവത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലേ? അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് സ്റ്റഡീസ് വരെയൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ വഴക്ക് കിട്ടും. പവിത്രക്കുട്ടി ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ? അല്ല, രണ്ടാം തവണ. എങ്ങനെയുണ്ട് തൃശ്ശൂരിൽ വന്നിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം? കൊള്ളാം. തൃശ്ശൂർ ഇഷ്ടായോ? തൃശ്ശൂർ ഇഷ്ടായി. അങ്ങനെ അപ്പോൾ കപ്പ ആരായിരിക്കും കൊണ്ടുപോവാ? എറണാകുളത്തിന് കിട്ടുമോ? അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്ര നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ?
അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ TCVയിൽ എത്തിയതല്ലേ, അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം അവർക്ക് നൽകാം അല്ലേ? ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. ഒരുപാട് ഐറ്റത്തിൽ പങ്കെടുത്ത് വന്നതാണ് രണ്ടാളും. അപ്പോൾ ഇനിയും നമ്മുടെ ലൈഫിൽ ഈ കലോത്സവം എന്ന് പറയുന്നത് സ്പെഷ്യലാണ് നമുക്ക്. അപ്പോൾ അത് ഗംഭീരമായിട്ട് കലോത്സവ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നിങ്ങളുടെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അച്ഛൻ തന്നെയാണോ പഠിപ്പിക്കുന്നതൊക്കെ? എങ്ങനെയാ, അച്ഛനും അമ്മയും തന്നെയാണോ ഗുരുക്കന്മാർ? മോസ്റ്റ്ലി അവർ തന്നെയാണ്. എന്നെ വീണ പഠിപ്പിക്കുന്നത് ദേവി വാസുദേവൻ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. പിന്നെ എന്നെ ഭരതനാട്യം പഠിപ്പിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥ് എന്ന് പറഞ്ഞ സാറാണ്. മോഹിനിയാട്ടം അമ്മ തന്നെയാണ്, പാട്ട് അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പവിത്ര കുട്ടിക്ക് ആരാണ് പഠിപ്പിക്കുന്നത്? ഡാൻസ് പഠിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഡാൻസിലല്ല, ഞാൻ മ്യൂസിക്കിലോ. കൂടുതലും മ്യൂസിക്കൽ, അച്ഛന്റെ വഴിയാണ് കൂടുതൽ മ്യൂസിക്കിലോട്ടാണ് ആള് നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യട്ടോ, എനിക്കറിയാം. അഭിനയം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിക്കും ഇല്ലേ? മോണാക്ടിനൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശരിക്കും ഒരു കലാകുടുംബത്തെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയല്ലേ ഇന്ന്? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാമെന്ന് തോന്നുന്നു. ഇത്രയും വലിയ കലാകാരാകുമ്പോൾ നമ്മൾ ഇനിയും വേറെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും കാണും. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 കണ്ട് തന്നെ നമ്മൾ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി ഫ്ലൂട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലൂട്ട് കൂടെ കേൾക്കാം അല്ലേ? ആഹാ, ഇത്രയും കഴിവുള്ള ആൾക്കാരെ കണ്ടാ വെറുതെ ഒരു സമ്മാനം കൊടുത്ത് വിട്ടാ പോരാ, ഒരു സമ്മാനം കൂടെ കൊടുക്കാം അല്ലേ? കുശുമ്പൊക്കെ തോന്നുന്നില്ലേ? നമുക്കൊന്നും ഇത്രയും കഴിവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു കുശുമ്പ്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പോലും പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് ഒന്നല്ല, എടുത്ത് കാണിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് അറിയാമെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് സ്പെഷ്യൽ ടാലന്റ്, എന്താ പറയുക, ബ്ലെസ്സിങ് ഒക്കെ തന്നെയാണല്ലേ? അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് കണ്ടിട്ടാന്ന് തോന്നുന്നു TCVയുടെ ടീമിന് അവർക്ക് ഒരു സമ്മാനം കൊടുത്താൽ പോരാ, നമുക്ക് ഒരു സമ്മാനം കൂടി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമ്മാനം കൂടെ കൊടുക്കാം. ജിടെക് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സ്നേഹോപഹാരം നൽകാം അല്ലേ, 2 പേർക്കും അല്ലേ? യെസ്, പവിത്രയ്ക്കും പല്ലവിക്കും വീണ്ടും ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. ജിടെക് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു ഉപഹാരം. കുട്ടിക്ക് ഇനിയും കുറെ കലോത്സവങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ നമ്മുടെ പല്ലവിക്ക് ഇതിൽ അവസാന കലോത്സവമാണ്, സംസ്ഥാന സ്കൂൾ കലോത്സവം. പക്ഷെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു പൂർണ്ണ സപ്പോർട്ട് നമുക്ക് അവരുടെ മുഖത്തുണ്ട്. അവരെത്ര പ്രൗഡാണ് മക്കളെ ആലോചിച്ചതെന്നുള്ളത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അഭിമാനം ഇനി ഉയർത്താനായിട്ട് നമ്മുടെയും അല്ലേ, നമുക്കും സന്തോഷമാണല്ലോ. നിങ്ങളിങ്ങനെ ഓരോരോ ഉയരങ്ങളിൽ എത്തുന്ന കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടാനായിട്ട് 2 ആൾക്കും സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മുടെ TCVയിൽ വന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന്.